അടൂരിലെ +2 വിദ്യാർത്ഥിനി കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച രാവിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മരിച്ചിരുന്നു. അക്കാര്യം നമ്മൾ വാർത്തകളിലൂടെ വായിച്ച് മനസ്സിലാക്കിയിട്ടുമുണ്ട്. ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നു. ആ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് അമിതമായി മരുന്ന് കഴിച്ചത് ആന്തരിക അവയവങ്ങളെ ബാധിച്ചു, അണുബാധയ്ക്ക് കാരണമായി. അതാണ് മരണ കാരണം. ഇനി പോലീസുകാർ ഈ കുട്ടിയുടെ വെയറബോട്ട്സൊക്കെ അന്വേഷിച്ചു, രക്ഷിതാക്കളോട് തിരക്കി, സഹപാഠികളോട് തിരക്കി. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരു സഹപാഠിയുമായി പ്രണയമുണ്ടായിരുന്നു. ഇനി ആ റിലേഷനിലാണോ പെൺകുട്ടി ഗർഭിണിയായത് എന്ന കാര്യം വ്യക്തമാകണം. അതുകൊണ്ട് ഗർഭസ്ഥ ശിശുവിൻ്റെ DNA സാമ്പിളും ഈ പറയപ്പെടുന്ന ആരോപണ വിധേയനായ സഹപാഠിയുടെ DNA സാമ്പിളും പരിശോധിക്കുന്നതിന് പോലീസ് അനുമതി തേടിയിട്ടുണ്ട്. അനുമതി ലഭിച്ചാൽ DNA സാമ്പിളുകൾ പരിശോധിച്ച് കുട്ടിയുടെ പിതൃത്വം ഈ സഹപാഠിക്ക് ആണെന്ന് ഉറപ്പുവരുത്തിയാൽ ഈ സഹപാഠിയെ പോലീസ് അറസ്റ്റ് ചെയ്യും. മാത്രമല്ല, ഒരു FIR ആദ്യം അസ്വാഭാവിക മരണത്തിന് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇപ്പോൾ മറ്റൊരു FIR കൂടി ഈ കേസിനൊപ്പം ചേർത്തിട്ടുണ്ട്. അത് പോക്സോ വകുപ്പാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നതാണ് ആ കേസ്. മാത്രമല്ല, പെൺകുട്ടി ഗർഭിണിയായിരുന്നു. ഗർഭസ്ഥ ശിശു ഉൾപ്പെടെ ഇപ്പോൾ മരണമടഞ്ഞു. ഇത് ഗുരുതരമായ ഒരു സാമൂഹികമായ വിപത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ സംഭവം. മുമ്പ് നമുക്കറിയാം ഷാരിയുടെ മരണമൊക്കെ. ഷാരിയും ഇതുപോലെയായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രഗ്നൻ്റായി, അമിതമായ അളവിൽ മരുന്ന് കഴിച്ച അവസാനം ആന്തരിക അവയവങ്ങൾ തകർന്നു, ലെഡിൻ്റെ അംശം ശരീരത്തിൽ ഒരുപാട് അടിഞ്ഞുകൂടി. അങ്ങനെയൊക്കെയാണ് ആ പെൺകുട്ടി മരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് PK ശ്രീമതി ടീച്ചറൊക്കെ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോഴൊക്കെ നടന്ന സംഭവമാണത്. വളരെ കിളിരൂർ കവിയൂർ കേസ് വളരെ വിവാദമായ സംഭവമായിരുന്നു. അത് രാഷ്ട്രീയക്കാരുടെ മക്കളുമായും ഒക്കെ ആ വിവാദത്തിന് ബന്ധപ്പെടുത്തുകയും അങ്ങനെ വളരെ വലിയ പെൺവാണിഭ സംഘത്തിൻ്റെ ചതിവുകളിലേക്കൊക്കെ വിരൽ ചൂണ്ടിയ സംഭവമായിരുന്നു ഷാരിയുടെ മരണം. ഇത് അത്രമാത്രം വളരെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്കൊന്നും വിരൽ ചൂണ്ടുകയോ വിവാദങ്ങളിലേക്ക് പോകുകയോ ചെയ്ത സംഭവം അല്ലെങ്കിൽ കൂടി ഇത് വിരൽ ചൂണ്ടുന്നത് സമൂഹത്തിൽ നടമാടുന്ന വിപത്തിനെ കുറിച്ചാണ്. ഒന്ന്, പെൺകുട്ടികളുടെ സുരക്ഷിതത്വം. അത് മാതാപിതാക്കൾക്ക് കൂടി ഉത്തരവാദിത്തപ്പെട്ട ഒന്നാണ്. പെൺകുട്ടികൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അവർ പെൺകുട്ടികളെ കൃത്യമായി അന്വേഷിക്കണം. മക്കൾ എന്താണ് പഠിക്കുന്നത്, മക്കൾ എവിടെയാണ് പോകുന്നത്, എവിടെയാണ് ട്യൂഷന് പോകുന്നത്, ട്യൂഷന് പോയിട്ട് എത്ര സമയം ട്യൂഷൻ ക്ലാസ്സിൽ ചെലവഴിക്കുന്നു, എത്ര സമയം സ്കൂളിൽ ചെലവഴിക്കുന്നു, അവർ എപ്പോൾ വീട്ടിലെത്തുന്നു, എപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു, ഇതെല്ലാം കൃത്യമായി അമ്മമാരെങ്കിലും ഒന്ന് നോക്കിയിരിക്കണം. പിന്നെ പെൺകുട്ടികളെ വെറും ഉപഭോഗ വസ്തുവായി സമൂഹം കാണാനും പാടില്ല. പ്രണയമെന്ന് പറയുന്നത് ശാരീരിക ബന്ധമായി മാത്രമായി അല്ലെങ്കിൽ ശരീരത്തോട് മാത്രമായി മാറുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൻ്റെ അതിപ്രസരം, സോഷ്യൽ മീഡിയയിൽ വന്നു പോകുന്ന ചിത്രങ്ങളും വൈറൽ വീഡിയോകളും റീലുകളും ഷോർട്ട് വീഡിയോകളും ഒക്കെ തന്നെ പലപ്പോഴും ഇത്തരം ശാരീരിക ഇഷ്ടത്തിലേക്ക് പ്രണയത്തെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. നിങ്ങൾ യൂട്യൂബ് തുറന്നാലോ ഇൻസ്റ്റഗ്രാം തുറന്നാലോ ഫേസ്ബുക്ക് തുറന്നാലോ ധാരാളം റീലുകളും ഷോർട്ട് വീഡിയോകളും ഒക്കെ കാണാം. അതിൽ ഒരു പരിധിവരെ, അതായത് ഒരു 90% റീലുകളും ഈ ലൈംഗിക ചുവയുള്ള അല്ലെങ്കിൽ ലൈംഗികമായ ആ തരത്തിലുള്ള ഡീലിങ്സ് നടത്തുന്ന, ആ തരത്തിലുള്ള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വേഷവിധാനമായിരിക്കും, സമൂഹത്തെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള ചിന്താശകലങ്ങളായിരിക്കും അതിൻ്റെ ഉള്ളടക്കം. അതിൽ സ്വാഭാവികമായും കൗമാരക്കാരായാലും ഏത് പ്രായക്കാരായാലും വീണുപോകാനുള്ള സാധ്യതയും കൂടുതലാണ്. കൗമാരക്കാർ തീർച്ചയായും വീണുപോകും. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വന്ന മാറ്റങ്ങൾ, വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം സംബന്ധിച്ച പാഠങ്ങളുടെ അപര്യാപ്തത, ഇത്തരം പാഠങ്ങൾ കുട്ടികൾക്ക് സ്കൂളിൽ തന്നെ ലഭിക്കണമെന്ന് പല സാമൂഹിക ശാസ്ത്രജ്ഞന്മാരും കൗൺസിലർമാരും, അതായത് ഈ സൈക്കാട്രിസ്റ്റുകൾ, അങ്ങനെ മനഃശാസ്ത്രപരമായി കുട്ടികളെ കൗൺസിൽ ചെയ്യുന്ന ആളുകളുമൊക്കെ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ ഇത്തരം തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ സ്കൂളിൽ അധ്യാപകർ, ചിലപ്പോൾ പ്രധാന അധ്യാപകരൊക്കെ പീഡനക്കേസിൽ പ്രതികളാകുന്നു, പോക്സോ കേസിൽ പ്രതികളാകുന്നു. അങ്ങനെ വരുമ്പോൾ അധ്യാപകർക്കുള്ള ഉത്തരവാദിത്വമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ രംഗം മലീമസമാകുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ സംഭവം, അടൂർ സംഭവം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ, പ്രണയം, ചതി, അതുപോലെ തന്നെ ശാരീരിക പ്രണയം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തുകയും അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപികമാർക്കും ഉണ്ട്. അവരുടെ സ്റ്റുഡൻസിനെ കുറിച്ച് ഒരു ധാരണ അവർക്കുണ്ടാകണം, സ്കൂൾ കൗൺസിലേഴ്സിന് ഉണ്ടാകണം. ഇത് അങ്ങനെയൊന്നുമല്ല. ഇതിപ്പോൾ സംഭവിച്ചത് എന്താണ്? അവർ പ്രണയിച്ചു, പ്രണയം ശാരീരിക ബന്ധത്തിലോട്ട് പോയി കാണാം. ഇത് നമുക്ക് സംശയം മാത്രമാണ്, പോലീസ് അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. ഗർഭിണിയായപ്പോൾ ഏതൊക്കെയോ മരുന്നുകൾ ആ കുട്ടി വാങ്ങിക്കഴിക്കുന്നു. മെഡിക്കൽ സ്റ്റോറിൽ നിന്നാകാം, കൃത്യമായ പ്രിസ്ക്രിപ്ഷനൊന്നും ഇല്ലാതെ മരുന്നുകൾ വാങ്ങി ഈ കുട്ടി കഴിക്കുന്നു. ഒരു പക്ഷേ എങ്കിൽ പോലീസ് സംശയിക്കുന്ന മറ്റൊന്നുണ്ട്. ഈ സഹപാഠിയുമായുള്ള പ്രണയത്തിൽ പെൺകുട്ടി ഗർഭിണിയായിരിക്കാം.
അത് വീട്ടുകാരറിഞ്ഞ ശേഷം വീട്ടുകാർ നിർബന്ധിച്ചിട്ടാണോ ഈ കുട്ടി ഈ മരുന്നുകൾ കഴിച്ചത് എന്ന ചോദ്യവും പോലീസിന് മുന്നിലുണ്ട്. വീട്ടുകാരും സംശയനിഴലിൽ തന്നെയാണ്. ഏതായാലും ഈ പെൺകുട്ടിയുടെ മരണം, അടൂരിലെ +2 പെൺകുട്ടി ഗർഭിണിയാണെന്നുള്ള ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നപ്പോൾ തന്നെ പോലീസ് ആകെ അന്താളിച്ചു പോയി. കാരണം ഇതെങ്ങനെ സംഭവിച്ചു? പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് ഈ പ്രണയത്തെക്കുറിച്ചും സഹപാഠിയെക്കുറിച്ചും ഒക്കെയുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. DNA ഫലം ലഭിച്ചാൽ സഹപാഠിയുടെ പിതൃത്വം തെളിഞ്ഞാൽ, കുട്ടിയുടെ പിതൃത്വം സഹപാഠിക്കാണ് എന്ന് തെളിഞ്ഞാൽ തീർച്ചയായും സഹപാഠിയെ പോലീസ് അറസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാമൂഹിക വിപത്തുകളിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്ന് പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ, സ്കൂള്, രക്ഷിതാക്കൾ, അധ്യാപകർ ഇവരൊക്കെ കൗമാരക്കാരെ ഗൈഡ് ചെയ്യുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗം, സ്മാർട്ട് ഫോൺ ഉപയോഗമൊക്കെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ റീൽ അഡിക്റ്റ് ആകുകയും ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളൊന്ന് തുറന്നു നോക്കൂ. ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ലൈംഗിക ചുവയുള്ള വീഡിയോകളാണ് 90%. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കുട്ടികൾ വഴിതെറ്റിപ്പോകും എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രണയം ശാരീരിക പ്രണയം എന്ന തരത്തിലേക്ക് തരംതാണു പോകുമെന്ന കാര്യത്തിലും തർക്കമില്ല. കുട്ടികൾ ഇങ്ങനെ പിഴച്ചു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും കൗമാരക്കാർ പിഴച്ചു പോകാതിരിക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ, പോലീസ് എക്സൈസ്, അവരൊക്കെ മയക്കുമരുന്ന് മാഫിയ, അങ്ങനെ പലതരം സംഘങ്ങളാണ് കുട്ടികളെ പിടിമുറുക്കുന്നത്. കുട്ടികളാണ് അവരുടെ വിപണി. അപ്പോൾ ഇതൊക്കെ നോക്കാൻ അധികാരപ്പെട്ട ആളുകൾ കൃത്യമായി ഇടപെട്ടാൽ മാത്രമേ ഇത്തരം വിപത്തുകളിൽ നിന്ന് കുട്ടികളെ, കൗമാരക്കാരെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന സന്ദേശം കൂടി നൽകുന്നതാണ് അടൂരിലെ പെൺകുട്ടിയുടെ ദാരുണമായ മരണം.